മനുഷ്യനെ ചന്ദ്രനിലിറക്കാനുള്ള ആർടെമിസ് 4 ദൗത്യത്തിന് മുന്നോടിയായിട്ടാണ് ആർടെമിസ് 2ന്റെ ദൗത്യം. ലോകമേറെ ആകാംക്ഷയോടെയാണ് ഈ ദൗത്യത്തെ നോക്കിക്കാണുന്നത്. സയൻസ് ഡെസ്കിൽ നിന്ന് ഗോകുൽ രവി തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗോകുൽ രവി. എന്തായാലും ഒരു 54 കൊല്ലത്തിന് ശേഷം വീണ്ടും ചന്ദ്രനെ വലം വയ്ക്കാനുള്ള മനുഷ്യന്റെ ശ്രമം ഏതുവിധം? തീർച്ചയായും എസ്കൻ 5 പതിറ്റാണ്ട് കൃത്യമായി പറഞ്ഞാൽ 54 വർഷത്തിന് ശേഷം വീണ്ടും ചന്ദ്രനിലേക്ക് അല്ലെങ്കിൽ ചന്ദ്രനോട് അടുക്കുകയാണ് മനുഷ്യൻ. ചന്ദ്രനിൽ വീണ്ടും കാൽകുത്തുക അല്ലെങ്കിൽ ചന്ദ്രനിൽ ജീവിതത്തിന്റെ അതിജീവനത്തിന്റെ സാധ്യത തേടുന്നതിന്റെ ഒരു പ്രധാന ചവിട്ടുപടിയായി തന്നെ ഈ ദൗത്യത്തിനെ ആർടെമിസ് 2നെ കാണാം. ആർടെമിസ് 4-ലായിരിക്കും നാസ ലക്ഷ്യമിടുന്നത് മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ. ഇപ്പോൾ ഈ ദൗത്യത്തിൽ 4 യാത്രികരാണുള്ളത്. ഒറയൺ പേടകത്തിലുള്ളത് റീഡ് വൈസ്മാൻ ആണ് മിഷൻ കമാൻഡർ. ഒപ്പം വിക്ടർ ഗ്ലോവർ പൈലറ്റായും ക്രിസ്റ്റിന കോച്ചാണ് ആദ്യമായി ഒരു ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമാകുന്ന വനിത. ഏറ്റവും ഒടുവിലായി ജെറമി ഹാൻസണും. ഇവർക്കൊപ്പം തന്നെ റൈസ് എന്നൊരു ചെറിയ പാവ കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമായുണ്ട്. ഈ പാവയിൽ 56 ലക്ഷം മനുഷ്യരുടെ പേരുകളടങ്ങിയ മെമ്മറി കാർഡ് കൂടിയുണ്ട്. അങ്ങനെ 56,04,000 പേർ എന്ന് വേണമെങ്കിൽ പറയാം. 56 ലക്ഷം മനുഷ്യരുടെ റെപ്രസെന്റേഷനായി അവരുടെ പേരുകളടങ്ങിയ ഒരു മെമ്മറി കാർഡ് കൂടി ഈ ദൗത്യ സംഘം കൊണ്ടുപോകുന്നുണ്ട്. ഈ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് ഏറ്റവും ദൈർഘ്യം സഞ്ചരിക്കുന്ന ഒരു ദൗത്യമായി മാറുന്നു എന്നതാണ്. അതുതന്നെയാണ് ഈ ആർടെമിസ് 2 എന്ന ദൗത്യത്തിന്റെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നു. ഇനി ഈ ദൗത്യത്തിന്റെ ഒരു ട്രജക്ടറി നോക്കിയാൽ, ഇതിന്റെ നിർണായകമായ യാത്ര പരിശോധിച്ചാൽ ആദ്യ 2 ദിവസം 2 തവണ അത് ഭൂമിയെ വലം വെക്കും. ഈ ഒറയൺ പേടകം 2 തവണ ഭൂമിയെ വലം വെക്കും. അതിനുശേഷം ഏപ്രിൽ 6-നായിരിക്കും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഈ പേടകം പ്രവേശിക്കുക. പിന്നീട് ഏപ്രിൽ 10-ന് മടക്കം. അതായത് ബുധനാഴ്ച ഈ 2 ദിവസങ്ങൾ, ഇന്നും നാളെയും 2 ദിവസങ്ങൾ ഇത് ഭൂമിയുടെ ഭ്രമണപഥത്തെ വലം വെക്കും. പിന്നീട് 5-ാം ദിനമാണ് അതിൻ്റെ ഒരു ഷിഫ്റ്റ് മൂൺ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസിലേക്ക് മാറുക. അതിനുശേഷം 6-ാമത്തെ ദിവസം, അതാണ്ട് തിങ്കളാഴ്ചയാണ് വരുന്നത്. തിങ്കളാഴ്ചയോടുകൂടി അത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വലം വെക്കും. 10-ാം ദിവസം ഏപ്രിൽ 10-ന് തിരികെ എത്തുന്നു. അത് പസഫിക് സമുദ്രത്തിലാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്യാനിരിക്കുന്നത്. നമുക്കറിയാം നാസയും അല്ലെങ്കിൽ അമേരിക്കയും ഒപ്പം തന്നെ ചൈനയും ഒക്കെ ഈ ചന്ദ്രനിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള കാര്യത്തിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. ഇന്ത്യയും അതുമായി ബന്ധപ്പെട്ടുള്ള പര്യവേഷണങ്ങളിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ ദൗത്യത്തിന് മുൻപ് തന്നെ അമേരിക്കയുടെ ദൗത്യം അല്ലെങ്കിൽ നാസയുടെ ദൗത്യം വിജയകരമാക്കണം, മനുഷ്യനെ അവിടെ ഇറക്കണം വീണ്ടും എന്നതാണ് ലക്ഷ്യം. അപ്പോളോയ്ക്ക് ശേഷം ഇപ്പോൾ ഇനി മനുഷ്യനെ കൊണ്ടുപോകാനുള്ള ആർടെമിസ് 4 ദൗത്യത്തിന് ഒരു മുന്നോടിയായി അതിൻ്റെ ഒരു തുടക്കമാണ്. അവിടുത്തെ ചന്ദ്രോപരിതലത്തിലെ സാധ്യതകൾ, അവിടുത്തെ സാഹചര്യങ്ങൾ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ യാത്ര. ഒരിക്കലും ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇവർ കാൽകുത്തുകയോ അവിടെ ഇറങ്ങുകയോ ചെയ്യുന്നില്ല, പക്ഷേ ഏറ്റവും അടുത്ത മേഖലകളിലേക്ക് പോകുന്നുണ്ട്. ഈ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭൂമിയിൽ നിന്ന് ഇതുവരെ നടത്തിയിട്ടുള്ള പര്യവേഷണങ്ങൾ അല്ലെങ്കിൽ ബഹിരാകാശ യാത്രകളിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ, ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ദൗത്യം എന്നതുകൂടിയാണ്. അപ്പോൾ അടുത്ത ലക്ഷ്യം അമ്പിളിമാനുവിനിൽ കാലുകുത്തുക എന്നതാണ്. അതിനി പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അത് സാധ്യമാക്കാനുള്ള ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. ആ മത്സരത്തിൽ ഒന്നാമതെത്താൻ വേണ്ടിയാണ് നാസ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഗോകുൽ രവി. എന്തായാലും ചാന്ദ്ര ദൗത്യം വലിയ വിജയകരമാകട്ടെ. 54 കൊല്ലത്തിന് ശേഷമാണ് ചന്ദ്രനെ വലം വയ്ക്കാൻ മനുഷ്യർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏത് രാജ്യം വിജയിച്ചാലും അത് മനുഷ്യൻ്റെ വിജയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അമേരിക്കയും ചൈനയുമാണ് ഈ രംഗത്തിൽ 1-ാം സ്ഥാനം നേടാൻ ശ്രമിക്കുന്നത്. ചൈനയ്ക്ക് മുന്നേ അവിടെ എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ശ്രമമെങ്കിലും ഏറ്റവും വലിയൊരു ശാസ്ത്രീയ നേട്ടമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ഇതിന് നമ്മൾ ഓരോ മനുഷ്യനും നേരിടണം എന്നാണ്. കാരണം കുറച്ചു കാലം കഴിയുമ്പോൾ ഭൂമിയിൽ അധിവസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാലും ചന്ദ്രനിൽ ആളുകൾക്ക് ഇറങ്ങാൻ പറ്റണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.